നമസ്കാരം. സ്റ്റാൻഡേർഡ് 5 ചാപ്റ്റർ 7 ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് 5ാം ക്ലാസ്സിലെ 7ാമത്തെ അധ്യായം ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ എന്ന അധ്യായമാണ് നമ്മളിന്നിവിടെ പഠിക്കുന്നത്. എല്ലാ കൂട്ടുകാരും ശ്രദ്ധയോടെ ക്ലാസ് കേൾക്കുക. പാഠഭാഗത്തിൻ്റെ തുടക്കത്തിൽ ഒരു കൊളാഷ് തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ കൂട്ടുകാർ നിങ്ങൾ സ്കൂളിലേക്ക് യാത്ര ചെയ്യുന്നുണ്ട്. വീട്ടിൽ അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്നവരാണെങ്കിൽ അവർക്ക് യാത്ര ചെയ്യേണ്ട ആവശ്യതയുണ്ട്, അല്ലേ? അപ്പം നമ്മൾ എങ്ങനെയൊക്കെയാണ് കൂട്ടുകാരെങ്ങനെയാണ് സ്കൂളിലേക്ക് പോകുന്നത്? നിങ്ങൾ സ്കൂൾ ബസ്സിലാണ് മിക്കവരും പോകുന്നത്, അല്ലേ? സ്കൂൾ ബസ്സിൽ പോകുന്നവരുണ്ട്, സൈക്കിളിൽ പോകുന്ന കുട്ടികളുണ്ട്, അതുപോലെ തന്നെ പ്രൈവറ്റ് ബസ്സിൽ പോകുന്നവരുണ്ട്, വീട്ടിൽ നിന്ന് കൊണ്ടുവിടുന്നവരുണ്ട്, നടന്നു പോകുന്ന കുട്ടികളുണ്ട്, ഇല്ലേ? അങ്ങനെ ഏതെങ്കിലും ഒരു മാർഗത്തിലൂടെയാണ് നമ്മൾ സ്കൂളിൽ എത്തുന്നത്. അതുപോലെ നമുക്ക് ദൂരെയുള്ള ആൾക്കാരെ കാര്യങ്ങൾ അറിയിക്കാൻ ഇപ്പം കൂടുതലും നമ്മൾ എന്താ ഉപയോഗിക്കുക? ഫോൺ ഉപയോഗിക്കും, അല്ലേ? ഫോണാണ് ഇപ്പം കൂടുതലും നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ. അപ്പം ട്രാൻസ്പോർട്ടും കമ്മ്യൂണിക്കേഷനും. അപ്പം പണ്ട് കാലങ്ങളിൽ എങ്ങനെയായിരുന്നു ഇതിൻ്റെ ചരിത്രം, ട്രാൻസ്പോർട്ടും കമ്മ്യൂണിക്കേഷൻ്റെയും വളർച്ച എങ്ങനെയാണ് എന്നാണ് നമ്മൾ ഈ പാഠഭാഗത്തിലൂടെ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ പാഠത്തിൻ്റെ തുടക്കത്തിലൊരു ന്യൂസ് പേപ്പർ കൊളാഷ് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കുക. എർത്ത്ക്വേക്ക് ഇൻ ഇന്തോനേഷ്യ, സുനാമി ലൈക്ലി, കോസ്റ്റൽ കമ്മ്യൂണിറ്റി അലേർട്ടഡ്. അതായത് ഇന്തോനേഷ്യയിൽ ഭൂചലനം, സുനാമിക്കും സാധ്യത, തീരദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം എന്നാണ് ആ വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത്. അടുത്ത വാർത്ത, ദ ഹാർട്ട് ഓഫ് കൊട്ടാരക്കര റെസിഡൻറ്റ് ട്രാൻസ്പോർട്ടഡ് ഫ്രം തിരുവനന്തപുരം ഈസ് ബ്രോഡ് ടു കൊച്ചി ഇൻ എയർ ആംബുലൻസ് ഫോർ ട്രാൻസ്പ്ലാന്റേഷൻ. ഹൃദയ ശസ്ത്രക്രിയയ്ക്കായി കൊട്ടാരക്കര സ്വദേശിയുടെ ഹൃദയം എയർ ആംബുലൻസിൽ തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലെത്തിച്ചു. ചീഫ് മിനിസ്റ്റർ ഹോൾസ് എമർജൻസി വീഡിയോ കോൺഫറൻസ് വിത്ത് ഡിസ്ട്രിക്ട് കളക്ടേഴ്സ് ടു കോർഡിനേറ്റ് ഫ്ലഡ് റിലീഫ് ആക്ടിവിറ്റീസ്. പ്രളയ ദുരിതാശ്വാസ ഏകോപനത്തിന് ജില്ലാ കളക്ടർമാരുമായി മുഖ്യമന്ത്രിയുടെ അടിയന്തര വീഡിയോ കോൺഫറൻസ്. ഇതാണ് 3 വാർത്ത. Look at the news collage cited. How could the heart be quickly transported to Kochi from തിരുവനന്തപുരം? ആ വാർത്തയിൽ നിന്ന് നമുക്കൊന്ന് മനസ്സിലായി. അതായത് ഹൃദയ ശസ്ത്രക്രിയയ്ക്കായി കൊട്ടാരക്കര സ്വദേശിയുടെ ഹൃദയം എയർ ആംബുലൻസിൽ തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലെത്തിച്ചു എന്ന വാർത്തയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദ ഹാർട്ട് ഓഫ് കൊട്ടാരക്കര റെസിഡൻറ്റ് ട്രാൻസ്പോർട്ടഡ് ഫ്രം തിരുവനന്തപുരം ഇസ് ബ്രോഡ് ടു കൊച്ചി ഇൻ എയർ ആംബുലൻസ് ഫോർ ട്രാൻസ്പ്ലാന്റേഷൻ. അവിടെ ഒരു ചോദ്യം, ഹൗ കുഡ് ദ ഹാർട്ട് ബി ക്വിക്കലി ട്രാൻസ്പോർട്ടഡ് ടു കൊച്ചി ഫ്രം തിരുവനന്തപുരം? തിരുവനന്തപുരത്ത് നിന്ന് എത്രയും പെട്ടെന്ന് ഹൃദയം കൊച്ചിയിലെത്തിക്കാൻ കഴിഞ്ഞത് എങ്ങനെയാണ് കഴിഞ്ഞത്? എന്തുപയോഗിച്ചു? ടു യൂസ് എയർ ആംബുലൻസ്, അല്ലേ? എയർ ആംബുലൻസ് വഴിയാണ്, എയർ ആംബുലൻസ് ഫോർ ട്രാൻസ്പോർട്ടേഷൻ. എയർ ആംബുലൻസ് ആണ് അവിടെ ഗതാഗതത്തിനായിട്ട് ഉപയോഗിച്ചത്. അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് ഹൃദയം കൊച്ചിയിലെത്തിക്കാൻ കഴിഞ്ഞത്. അടുത്ത ചോദ്യം, ഇൻ വാട്ട് വേസ് വുഡ് ദ കോസ്റ്റൽ പീപ്പിൾ ഹാവ് ബീൻ അലേർട്ടഡ്? തീരദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയത് എങ്ങനെയൊക്കെ ആവാനാണ് വഴി? കമ്മ്യൂണിക്കേഷനാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ത്രൂ കമ്മ്യൂണിക്കേഷൻ സച്ച് ആസ് ന്യൂസ് പേപ്പേഴ്സ്. ഒന്നുകിൽ ന്യൂസ് പേപ്പർ വഴിയാകാം, അല്ലേ? റേഡിയോയിലൂടെ അറിയിപ്പ് കൊടുത്തിരിക്കാം, അല്ലെങ്കിൽ ടെലിവിഷൻ വാർത്തകളിലൂടെ കൊടുത്തിരിക്കാം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ എക്സെട്ര, അല്ലേ? സോഷ്യൽ മീഡിയയിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കൊടുക്കാം, അല്ലേ? അങ്ങനെയൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ എന്ത് ചെയ്തിരിക്കുക, തീരദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം കൊടുത്തത്. അതായത് കോസ്റ്റൽ പീപ്പിളെ അലേർട്ടാക്കിയത് അങ്ങനെ ആയിരിക്കാം. അതായത് ത്രൂ കമ്മ്യൂണിക്കേഷൻ സച്ച് ആസ് ന്യൂസ് പേപ്പർ, റേഡിയോ, ടെലിവിഷൻ, അല്ലെ സോഷ്യൽ മീഡിയ, അല്ലേ? എക്സെട്ര. അങ്ങനെയൊക്കെ ആവാം. ഹൗ വെയർ ദ ഫ്ലഡ് റിലീഫ് ആക്ടിവിറ്റീസ് കോർഡിനേറ്റഡ് ക്വിക്കലി? അവിടെ പറയുന്നുണ്ട്, പ്രളയ ദുരിതാശ്വാസ ഏകോപനത്തിന് ജില്ലാ കളക്ടർമാരുമായി മുഖ്യമന്ത്രിയുടെ അടിയന്തര വീഡിയോ കോൺഫറൻസ് നടത്തിയത്, അല്ലേ? അത് എങ്ങനെയാണ് പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ഏകോപനം പെട്ടെന്ന് സാധ്യമായത് എങ്ങനെയെന്നാണ് അവിടെ ചോദിച്ചേക്കുന്നത്. എങ്ങനെയായിരിക്കാം? ഈ
മുഖ്യമന്ത്രിക്ക് എന്ത് അടിയന്തര വീഡിയോ കോൺഫറൻസിലൂടെ അവരെ എങ്ങനെ സഹായിക്കാനായിരിക്കും അദ്ദേഹം നിർദ്ദേശിച്ചിരിക്കുക? എങ്ങനെ സഹായിക്കാൻ പറ്റും? വിത്ത് ദ ഹെൽപ്പ് ഓഫ് ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഗതാഗതവും ആശയവിനിമയവും അവിടെ ഉണ്ടാവണം. എന്നാൽ മാത്രമേ അവരെ സഹായിക്കാൻ ആ ദുരിതാശ്വാസ സ്ഥലത്തേക്ക് എത്തുവാനും ഈ മെസ്സേജുകൾ കൈമാറാനും പറ്റത്തുള്ളൂ, അല്ലേ? അപ്പം വിത്ത് ദ ഹെൽപ്പ് ഓഫ് ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. അപ്പം ആ വാർത്തകളിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന ഉത്തരങ്ങളാണ് നമ്മളിതുവരെ പറഞ്ഞത്. ആദ്യത്തേത്, എങ്ങനെയാണ് പെട്ടെന്ന് കൊച്ചിയിലേക്ക് ഹൃദയം എത്തിച്ചത്? ടു യൂസ് എയർ ആംബുലൻസ്. അവരെന്തുപയോഗിച്ചു? എയർ ആംബുലൻസ് ഉപയോഗിച്ചു. പിന്നെ കോസ്റ്റൽ പീപ്പിളിനെ അലേർട്ടാക്കിയത് എങ്ങനെയാണ് സുനാമിയെക്കുറിച്ച്? ത്രൂ കമ്മ്യൂണിക്കേഷൻ സച്ച് ആസ് ന്യൂസ് പേപ്പർ, റേഡിയോ, ടെലിവിഷൻ, സോഷ്യൽ മീഡിയ എക്സെട്ര. പിന്നെ അടുത്ത ചോദ്യം, ഹൗ വെയർ ദ ഫ്ലഡ് റിലീഫ് ആക്ടിവിറ്റീസ് കോർഡിനേറ്റഡ് ക്വിക്കിലി? എങ്ങനെയാണ് അവരെ പെട്ടെന്ന് പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ഏകോപനം സാധിച്ചതെന്നാണ്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ആരുടെ സഹായത്തോടു കൂടി? ട്രാൻസ്പോർട്ടിൻ്റെയും കമ്മ്യൂണിക്കേഷൻ്റെയും സഹായത്തോടു കൂടി. All these instances demonstrate the relevance of transport and communication systems in our day-to-day life. ഈ സന്ദർഭങ്ങളെല്ലാം ഇപ്പം നിത്യജീവിതത്തിലെ ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങളുടെ പ്രാധാന്യം നമുക്ക് വ്യക്തമാക്കി തരുന്നു. ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് ആർ ദ മീൻസ് ഓഫ് ഓവർകമ്മിങ് ദ ഫിസിക്കൽ ഡിസ്റ്റൻസ് എമംഗ് പീപ്പിൾ. അതായത് മനുഷ്യർ തമ്മിലുള്ള അകലം കണക്കിലെടുത്ത് പരസ്പരം ബന്ധിപ്പിക്കുന്ന ഏറ്റവും പ്രയോജനപ്രദമായ ഒരു സംവിധാനമാണ് ഇത്. The transportation system helps to move people or goods from one place to another. ജനങ്ങളെയോ അതുപോലെ സാധനങ്ങളെയോ ഒക്കെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിന് ട്രാൻസ്പോർട്ടേഷൻ, അതായത് ഗതാഗതം, നമ്മളെ സഹായിക്കുന്നു. കമ്മ്യൂണിക്കേഷൻ ഇൻവോൾവ്സ് ട്രാൻസ്ഫറിങ് ഐഡിയാസ് ഓർ മെസ്സേജസ് ഫ്രം വൺ സോഴ്സ് ടു അനദർ. അതുപോലെ വിനിമയത്തിൽ ഒരു ഉറവിടത്തിൽ നിന്ന് ആശയങ്ങളോ, ഒരു സ്ഥലത്ത് നിന്ന്, ഒരു സോഴ്സിൽ നിന്ന് ആശയങ്ങളോ സന്ദേശങ്ങളോ മറ്റൊരിടത്തേക്ക് കൈമാറുന്നു. അതാണ് കമ്മ്യൂണിക്കേഷൻ. ആശയവിനിമയത്തിൽ ഒരു സ്ഥലത്ത് നിന്ന് ആശയങ്ങളോ സന്ദേശങ്ങളോ മറ്റൊരിടത്തേക്ക് കൈമാറുന്നു. അപ്പം ട്രാൻസ്പോർട്ടിൻ്റെയും കമ്മ്യൂണിക്കേഷൻ്റെയും പ്രാധാന്യം നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അടുത്തത്, ട്രാൻസ്പോർട്ടേഷൻ എന്താണെന്നാണ് പറയുന്നത്. ഗതാഗതം എന്നാൽ എന്താണ്? അവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. സ്റ്റാമ്പുകളാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഫസ്റ്റ് ചിത്രത്തിൽ പല്ലക്കാണ്, അല്ലേ? പല്ലക്കിൻ്റെ ചിത്രം. അടുത്തത് സ്കൂൾ റിക്ഷ. അതിൻ്റെ അടുത്ത ചിത്രത്തിൽ സൈക്കിൾ റിക്ഷ, പിന്നീട് ബസ്, ഡബിൾ ഡെക്കർ ബസ്, കാറ്. ഇത്തരം ചിത്രങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ദിസ് ഈസ് എ പേജ് ഫ്രം നീനൂസ് പോസ്റ്റൽ സ്റ്റാമ്പ് ആൽബം. നീനുവിൻ്റെ തപാൽ സ്റ്റാമ്പ് ആൽബത്തിലെ ഒരു പേജാണ് നൽകിയിരിക്കുന്നത്. These are the stamps issued by the Indian Postal Department on the evolution of the transport system over the years. വിവിധ കാലഘട്ടങ്ങളിലെ ഗതാഗത വികാസത്തെക്കുറിച്ച് ഇന്ത്യൻ തപാൽ വകുപ്പ് പുറത്തിറക്കിയ സ്റ്റാമ്പുകളാണ് അവ. അത് നീനു കളക്ട് ചെയ്തതാണ്. ഫൈൻഡ് ഔട്ട് ദ വെഹിക്കിൾസ് ദാറ്റ് ആർ ഫീച്ചേർഡ് ഓൺ ദ സ്റ്റാമ്പ്സ്. സ്റ്റാമ്പുകളിൽ കാണുന്ന വാഹനങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് വൺ പല്ലക്കാണ്. രണ്ടാമത്തേത് സ്കൂൾ റിക്ഷ. മൂന്നാമത്തേത് സൈക്കിൾ റിക്ഷ. അടുത്ത സൈഡിൽ ആദ്യം കാണുന്നത് ബസ്. സെക്കൻഡ് വൺ ഡബിൾ ഡെക്കർ ബസ്. ലാസ്റ്റ് വൺ കാർ. ആർ ദ വെഹിക്കിൾസ് സീൻ ഓൺ ദ സ്റ്റാമ്പ്സ് ഇൻ യൂസ് നൗവേഡേയ്സ്. സ്റ്റാമ്പുകളിൽ കാണുന്ന ഈ വാഹനങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിൽ പ്രചാരത്തിൽ ഉള്ളവയാണ്. എല്ലാം ഇല്ല, എന്നാലും ഏറെക്കുറെ ഇന്നും നമ്മൾ പലയിടത്തും കാണുന്നുണ്ട്, അല്ലേ? യു നോ ദാറ്റ് ദ മാൻ ഈസ് ദ ഓൺലി ക്രീച്ചർ ദാറ്റ് യൂസസ് വെഹിക്കിൾസ്. നമുക്കറിയാം വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ഏക ജീവിവർഗം ആരാണ്? മനുഷ്യരാണെന്ന് നമുക്ക് അറിയാം. Earlier, instead of vehicles, animals like elephant, horse, bull and camel were used for transportation. പണ്ട് കാലത്ത് വാഹനങ്ങൾക്ക് പകരമായിട്ട് ഉപയോഗിച്ചിരുന്നത് ആരെയൊക്കെയാണ്? ആന, കുതിര, കാള, ഒട്ടകം തുടങ്ങിയ മൃഗങ്ങളെ ആയിരുന്നു. ഫോർ വാട്ട് പർപ്പസ് ഡു ഹ്യൂമൻസ് യൂസ് വെഹിക്കിൾസ് ടുഡേ? എന്തെല്ലാം ആവശ്യങ്ങൾക്കാണ് മനുഷ്യൻ ഇന്ന് വാഹനങ്ങൾ ഉപയോഗിക്കുന്നത്? ഇതിനൊക്കെയാണ് ഫോർ ട്രാവലിംഗ്.
സഞ്ചാരത്തിന് അല്ലേ. പിന്നെ ടു ട്രാൻസ്പോർട്ട് ഗുഡ്സ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. അതുപോലെ ചരക്കുകൾ ഒരിടത്ത് നിന്ന്, അതായത് സാധനങ്ങൾ ഒരിടത്ത് നിന്നും മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നതിന്. പിന്നെ എന്തിനൊക്കെയാണ്? ഫോർ അഗ്രികൾച്ചർ, കൃഷിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. ഫോർ വാർ, യുദ്ധമുണ്ടാകുമ്പോൾ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിന് ട്രാൻസ്പോർട്ടേഷൻ വേണം. അതുപോലെ ഫോർ കോമ്പറ്റീഷൻ, എന്തെങ്കിലും മത്സരങ്ങളൊക്കെ നടക്കുമ്പോൾ എന്ത് വേണം? ഇത് വേണം, വാഹനങ്ങൾ ആവശ്യമാണ്, ട്രാൻസ്പോർട്ടേഷൻ ആവശ്യമാണ്. ഫോർ എമർജൻസി പർപ്പസസ്, അതുപോലെ അടിയന്തരമായ എന്ത് ആവശ്യങ്ങളുണ്ടായാലും, അടിയന്തര സേവനങ്ങൾ എന്താവശ്യം വന്നാലും നമുക്ക് എന്ത് വേണം? ഈ വാഹനങ്ങൾ, ട്രാൻസ്പോർട്ടേഷൻ അത്യാവശ്യമാണ്. ഇവിടെ വെഹിക്കിൾ എന്നൊരു ചെറിയ കോളം കൊടുത്തിട്ടുണ്ട്, നോക്കിയാട്ടെ. ദ ടേം വെഹിക്കിൾ ഇൻ മെനി ഇന്ത്യൻ ലാംഗ്വേജസ് വാഹനം മീൻസ് എ ഡിവൈസ് ടു ക്യാരി, അതായത് വഹിച്ചുകൊണ്ട് പോകുന്ന ഉപകരണം എന്നാണ് വാഹനം എന്ന പദത്തിൻ്റെ അർത്ഥം. വെഹിക്കിൾസ് ആർ മെക്കാനിക്കൽ, നോൺ മെക്കാനിക്കൽ സിസ്റ്റംസ് യൂസ്ഡ് ഫോർ ദ മൂവ്മെൻറ്റ് ഓഫ് പീപ്പിൾ ആൻഡ് ദ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ്. അതായത് മനുഷ്യർ സഞ്ചാരത്തിനായിട്ടും ചരക്കുകൾ കൊണ്ടുപോകുന്നതിനായും ഉപയോഗിക്കുന്ന യാന്ത്രികേതര സംവിധാനങ്ങളാണ് വാഹനങ്ങൾ. യാന്ത്രികമാകാം, അല്ലെങ്കിൽ യാന്ത്രികമല്ലാത്തതും ആകാം. അങ്ങനെയുള്ളവയാണ് എന്ത്? വാഹനങ്ങൾ, അതായത് വെഹിക്കിൾ. ഇനി അടുത്ത ചിത്രം ശ്രദ്ധിക്കുക. ഹൗ മൈറ്റ് ഹ്യൂമൻസ് ഹാവ് മെറ്റ് ദീസ് നീഡ്സ് ബിഫോർ ദ ഇൻവെൻഷൻ ഓഫ് വെഹിക്കിൾസ്. നമ്മൾ പറഞ്ഞു പല കാര്യങ്ങൾക്കായിട്ടും ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ ഉപയോഗിക്കുന്നു. ഇതെല്ലാം കണ്ടുപിടിക്കുന്നതിന് മുമ്പ്, അതായത് വാഹനങ്ങളുടെ കണ്ടുപിടുത്തത്തിന് മുമ്പ് ഈ ആവശ്യങ്ങൾ എങ്ങനെയായിരിക്കാം നിറവേറ്റിയിട്ടുണ്ടാവുക? മനുഷ്യൻ എങ്ങനെയായിരിക്കാം നിറവേറ്റിയിട്ടുണ്ടായിരിക്കുക? അവിടെ ചിത്രങ്ങളിൽ കാണിക്കുന്നുണ്ട്. ഓൺ ഫുട്ട് എങ്ങനെയാവാം? കാൽനടയായിട്ട് പോയിട്ടുണ്ടാവാം. ബൈ ക്യാരിയിങ് ഓൺ ദ ഹെഡ്, തലച്ചുമടുമായിട്ട് നടന്നിട്ടുണ്ടാവാം മനുഷ്യൻ. അതുപോലെ തന്നെ യൂസിങ് ആനിമൽസ്, മൃഗങ്ങളുടെ പുറത്ത് സാധനങ്ങളുമായിട്ട് പോയിട്ടുണ്ടാവാം അല്ലേ. ഇങ്ങനെയൊക്കെ മനുഷ്യൻ അവരുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റിയിട്ടുണ്ടാവാം. വാട്ട് വെയർ ദ ലിമിറ്റേഷൻസ് ഓഫ് ദീസ് മെത്തേഡ്സ്? ഈ ഇത്തരം മാർഗങ്ങൾക്ക് എന്തെല്ലാം പരിമിതികളാണ് ഉള്ളത് എന്നാണ് ചോദ്യം. എന്താണ് അതിൻ്റെ ലിമിറ്റേഷൻസ്? ദ ഫസ്റ്റ് വൺ എന്താണ്? ദ ഗ്രോയിങ് ഡിമാൻഡ് കുഡ് നോട്ട് ബി മെറ്റ്. അതായത് നമുക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട് മനുഷ്യന്, ആ ആവശ്യമെല്ലാം നിറവേറ്റാൻ കഴിഞ്ഞിരുന്നില്ല. നടന്നു പോകുമ്പോഴും മൃഗങ്ങളുടെ പുറത്ത് പോകുമ്പോഴും തലച്ചുമടുമായിട്ട് പോകുമ്പോഴും ഒക്കെ മനുഷ്യന് അതിൻ്റേതായ കാലതാമസവും ക്ഷീണവും ഒക്കെ ഉണ്ടാകുന്നത് കൊണ്ട് നമ്മുടെ ആവശ്യങ്ങളെല്ലാം പെട്ടെന്ന് നിറവേറ്റാൻ സാധിക്കാതെ വരും. അതുമാണ് ദ ഗ്രോയിങ് ഡിമാൻഡ് കുഡ് നോട്ട് ബി മെറ്റ്. മറ്റൊന്നെന്താണ്? മാൻ പവർ വാസ് ഹൈ. അവിടെ മനുഷ്യൻ്റെ അധ്വാനം വളരെ കൂടുതലാണ് അല്ലേ. അപ്പം മനുഷ്യൻ്റെ അധ്വാനം കൂടുതലായിട്ട് വേണ്ടി വരുന്നു. മാൻ പവർ വാസ് ഹൈ. അതുപോലെ ഡിലേസ് വെയർ എൻകൗണ്ടേഡ്, അതായത് കാലതാമസം നേരിടുന്നു, ഡിലേ ഉണ്ടാവുന്നു പലപ്പോഴും. നടന്നു പോകാനും തലച്ചുമടായിട്ട് പോകുമ്പോൾ ഒക്കെ ചെയ്യുമ്പം കാലതാമസം ഉണ്ടാവും. അതുപോലെ ട്രാവൽ വാസ് ഡിഫിക്കൽട്ട്, യാത്രകൾ ദുഷ്കരമായിരുന്നു. ഇങ്ങനത്തെ യാത്രകളൊക്കെ ദുഷ്കരമായിരുന്നു. അതാണ് ലിമിറ്റേഷൻസ്. ഹ്യൂമൻസ് ഡെവലപ്ഡ് വെഹിക്കിൾസ് ടു ഓവർകം ദ ലിമിറ്റേഷൻസ് മെൻഷൻഡ് എബവ്. മുകളിൽ സൂചിപ്പിച്ച ഈ പരിമിതികളെല്ലാം മറികടക്കാനായിട്ടാണ് മനുഷ്യൻ എന്ത് ചെയ്യുന്നത്? വാഹനങ്ങൾ വികസിപ്പിച്ചെടുത്തത്. ദ ഇൻവെൻഷൻ ഓഫ് വീൽസ് ബിക്കെയിം ദ ബേസിസ് ഓഫ് ചേഞ്ചസ് ഇൻ ദ ഫീൽഡ് ഓഫ് ട്രാൻസ്പോർട്ട്. ചക്രങ്ങളുടെ കണ്ടുപിടുത്തമാണ് ഗതാഗത രംഗത്തെ മാറ്റങ്ങൾക്ക് അടിസ്ഥാനമായത്. ഇൻവെൻഷൻ ഓഫ് വീൽസ്, ചക്രങ്ങളുടെ കണ്ടുപിടുത്തം. ഫ്രം വീൽ ടു വെഹിക്കിൾ. ഇനി ചക്രത്തിൽ നിന്ന് വാഹനത്തിലേക്ക് എങ്ങനെയാണ് മനുഷ്യൻ കടന്നു വന്നതെന്നാണ് പറയാൻ പോകുന്നത്. ദ ഇൻവെൻഷൻ ഓഫ് ദ വീൽ വിച്ച് ചേഞ്ച്ഡ് ദ ലിവ്സ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ്. മനുഷ്യരുടെ ജീവിതത്തെ മാറ്റിമറിച്ച ചക്രത്തിൻ്റെ കണ്ടുപിടുത്തം ഒരൊറ്റ ദിവസം കൊണ്ടൊന്നും സംഭവിച്ചതേ അല്ല. റിയലൈസിങ് ദാറ്റ് റോളിംഗ് ഒബ്ജക്ട്സ് ഓൺ എ റൗണ്ടഡ് വുഡൻ ലോക്ക് വുഡ് മേക്ക് ഇറ്റ് ഈസിയർ ടു ക്യാരി, പീപ്പിൾ മെയ്ഡ് വീൽസ് ബൈ മേക്കിംഗ് ദ ലോക്ക് സ്മോളർ ആൻഡ് സ്മോളർ. അതായത് റിയലൈസിങ് ദാറ്റ് റോളിംഗ് ഒബ്ജക്ട്സ് ഓൺ എ റൗണ്ടഡ് വുഡൻ ലോക്ക്, അതായത് ഉരുളൻ മരത്തടിക്ക് മുകളിൽ നമ്മൾ സാധനം വെച്ച് ഉരുട്ടിയാൽ അത് എളുപ്പം നീങ്ങിപ്പോവും, ആ ഭാരം നീക്കം എളുപ്പം ആയിട്ട് തീരും എന്ന് മനസ്സിലാക്കിയ മനുഷ്യൻ എന്തു ചെയ്തു? ഉരുളുകളെ ചെറുതാക്കി ചക്രങ്ങളാക്കി. ഈ
ചെറിയ റൗണ്ടിലുള്ള തടിക്കഷ്ണത്തെ ചെറുതാക്കി അതിനെ ഏത് ഷേപ്പ് കൊടുത്തു? ചക്രങ്ങളാക്കി മാറ്റി. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഉരുളൻ മരത്തടിക്ക് മുകളിൽ വെക്കുന്ന സാധനങ്ങൾ വേഗം കയറിപ്പോകുമെന്ന് മനസ്സിലാക്കിയത് പിന്നെയാണ്. അതിൻ്റെ ചിത്രങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി അവിടെ ഒരു ചെറിയ ബോക്സിൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി തന്നിട്ടുണ്ട്. ദ പിക്ചർ ഷോസ് ദ പാർട്സ് ഓഫ് 4500-year-old wheel found on the shores of Lake Zurich in Switzerland in 1976. അതായത് 1976 സ്വിറ്റ്സർലൻഡിലെ സൂറിച്ച് തടാകത്തിൻ്റെ തീരത്ത് നിന്ന് കണ്ടെത്തിയ ഏകദേശം 4500 അധികം വർഷം പഴക്കമുള്ള ചക്രത്തിൻ്റെ ഭാഗമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പാർട്ട് ഓഫ് ദിസ് വീൽ മെയ്ഡ് ദ മേപ്പിൾ പ്ലാങ്ക്സ് ഇറ്റ് പ്രിസേർവ്ഡ് ഇൻ ദ സ്വിസ് നാഷണൽ മ്യൂസിയം. അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്, ചക്രം പൂർണ്ണമായിട്ടുമില്ല, അതിൻ്റെ ഒരു ചെറിയ ഭാഗം. ആ ഭാഗം ഇപ്പോൾ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത്? മേപ്പിൾ പ്ലാങ്ക്സ്, അതായത് മേപ്പിൾ മരപ്പലകൾ കൊണ്ട് നിർമ്മിച്ച ഈ ചക്രത്തിൻ്റെ ഭാഗം ഇന്നും സ്വിസ് നാഷണൽ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. അപ്പം 4500 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മൾ ചക്രത്തിൻ്റെ ഉപയോഗം മനസ്സിലാക്കി എന്നതിനുള്ളൊരു തെളിവാണ് കൊടുത്തിരിക്കുന്നത്. ചിത്രം ശ്രദ്ധിക്കുക, പൂർണ്ണമായുമില്ല, ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. ഇനിയും നോക്കിയാട്ടെ, നമ്മുടെ വീൽസിൻ്റെ ആ ഒരു വളർച്ച. ആദ്യത്തേത്, അതിന് ശേഷം രണ്ടാമത്തേൽ വന്ന മാറ്റം, പിന്നെ മൂന്നാമത്തെ ചക്രത്തിൽ വന്ന മാറ്റം, നാലാമത്തെ ചക്രത്തിൽ വന്ന മാറ്റം, അത് കഴിഞ്ഞ് അഞ്ചാമത് നമ്മൾ ആ ടയറിൽ വന്ന് നിൽക്കുന്ന മാറ്റം. അതാണ് ആ ചിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ മെസപ്പൊട്ടോമിയ എന്ന് പറഞ്ഞ ചെറിയൊരു ഭാഗം നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ തന്നിട്ടുണ്ട്, ശ്രദ്ധിക്കുക. ദ മെസപ്പൊട്ടോമിയൻസ് ആർ ബിലീവ്ഡ് ടു ഹാവ് മെയ്ഡ് വീൽസ് അബൌട്ട് 5000 years ago. പഴയ കാല ചരിത്രത്തിൽ നമ്മുടെ സംസ്കാരങ്ങളിലൊന്നാണ് മെസപ്പൊട്ടോമിയൻ സംസ്കാരം. അന്നത്തെ കാലത്ത് ഏകദേശം 5000 വർഷങ്ങൾക്ക് മുമ്പ് ഈ മെസപ്പൊട്ടോമിയക്കാർ ചക്രങ്ങൾ നിർമ്മിച്ചതിനായി കരുതപ്പെടുന്നു. The wheels they made were the 3 thick planks joined together with the copper nails pierced into leather straps. അതായത് അവരുടെ ചക്രങ്ങൾ എങ്ങനെയുള്ളതായിരുന്നു? കട്ടിയുള്ള 3 കഷ്ണം പലക അത് ചേർത്ത് വെച്ചിട്ട് അതിൻ്റെ തോൽപ്പട്ടയിൽ ചെമ്പാണി തറച്ച് തരത്തിൽ ആയിരുന്നു അവരുടെ ചക്രം. The Egyptians and Romans improved the wheels further. പിന്നീട് ഈജിപ്തുകാരും റോമാക്കാരും ചക്രങ്ങളെ കൂടുതൽ മെച്ചപ്പെടുത്തി. മെസപ്പൊട്ടോമിയൻ കൾച്ചർ ഹാസ് ഫ്ലറിഷ്ഡ് ഇൻ ദ റീജിയൻസ് ഇൻ ആൻഡ് അറൗണ്ട് ദ പ്രസൻറ്റ് ഡേ ഇറാഖ്. പിന്നീട് ഈജിപ്തുകാരും റോമാക്കാരും ചക്രങ്ങളെ കൂടുതൽ മെച്ചപ്പെടുത്തി. അതുപോലെ തന്നെ ഇന്നത്തെ ഇറാഖ് ഉൾപ്പെടുന്ന പ്രദേശത്താണ് മെസപ്പൊട്ടോമിയൻ സംസ്കാരം വളർന്ന് വന്നത്. ദിസ് ഏരിയ ലൈസ് ബിറ്റ്വീൻ ദ റിവേഴ്സ് യൂഫ്രട്ടീസ് ആൻഡ് ടൈഗ്രീസ്. യൂഫ്രട്ടീസ്, ടൈഗ്രീസ് എന്നീ നദികൾക്കിടയിലാണ് ഈ പ്രദേശം കിടക്കുന്നത്, ഈ മെസപ്പൊട്ടോമിയ എന്ന പ്രദേശം കിടക്കുന്നത്. ദ വേർഡ് മെസപ്പൊട്ടോമിയ മീൻസ് ദ ലാൻഡ് ബിറ്റ്വീൻ 2 റിവേഴ്സ്. അതുകൊണ്ട് തന്നെ 2 നദികൾക്കിടയിലുള്ള പ്രദേശം എന്നാണ് മെസപ്പൊട്ടോമിയ എന്ന വാക്കിൻ്റെ അർത്ഥം. ഇറ്റ് ലൈസ് ബിറ്റ്വീൻ 2 റിവേഴ്സ്. മെസപ്പൊട്ടോമിയ എന്ന വാക്കിൻ്റെ അർത്ഥം അതാണ്. ഇനി ആ ചിത്രങ്ങൾ നോക്കിയാട്ടെ. ലുക്ക് ദ പിക്ചേഴ്സ്. എന്താണ്? ആദ്യത്തെ അതിൽ വണ്ടി മനുഷ്യൻ വലിച്ചുകൊണ്ട് പോകുന്നു അല്ലേ? രണ്ടാമത്തേതിൽ എന്താണ്? മനുഷ്യന് പകരം ആനിമൽസാണ്. അതായത് പുൾഡ് ബൈ ഹ്യൂമൻസ്, രണ്ടാമത് പുൾഡ് യൂസിങ് ആനിമൽസ് അല്ലേ? മൂന്നാമത്തേത് ട്രാവലിംഗ് ബൈ ഹ്യൂമൻസ്, നാലാമത്തേതിൽ യൂസ്ഡ് ടു ക്യാരി ഗുഡ്സ് അല്ലേ? അങ്ങനെയാണ് ആ ചിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശ്രദ്ധിച്ചാട്ടെ. ദ ഇമേജസ് ഗിവൺ ഷോ ഹൗ വീൽസ് വെയർ യൂസ്ഡ് ഫോർ ട്രാൻസ്പോർട്ടേഷൻ ഇൻ ദ പാസ്റ്റ്. ചക്രങ്ങൾ മുൻകാലങ്ങളിൽ ഗതാഗതത്തിന് എങ്ങനെയെല്ലാം ഉപയോഗിച്ചു എന്നുള്ള ചിത്രങ്ങളാണ് നമ്മളവിടെ കാണുന്നത്. വാട്ട് ഇൻഫർമേഷൻ ക്യാൻ ബി ഒബ്റ്റൈൻഡ് ഫ്രം ദീസ്. ഈ ചിത്രത്തിൽ നിന്ന്
നമുക്ക് എന്തെല്ലാം വിവരങ്ങൾ ലഭിക്കും? ഫസ്റ്റ് വണ്ണിൽ എന്താണ്? വീൽഡ് കാർട്സ് വെയർ പുൾഡ് ബൈ ഹ്യൂമൻസ്. നോക്കിയാട്ടെ, ഈ ചിത്രത്തിൽ ആരാണ്? ചക്രങ്ങൾ ഘടിപ്പിച്ച വണ്ടി മനുഷ്യനാണ് വലിച്ചുകൊണ്ട് പോയിരിക്കുന്നത്, അല്ലേ? ഈ രണ്ടാമത്തെ ചിത്രത്തിലോ വീൽഡ് കാർട്സ് വെയർ പുൾഡ് യൂസിങ് ആനിമൽസ്. അതായത് ചക്രങ്ങൾ ഘടിപ്പിച്ച വണ്ടികൾ മൃഗങ്ങളെ ഉപയോഗിച്ച് വലിച്ചുകൊണ്ട് പോകുന്നു. മൂന്നാമത്തെ ചിത്രം യൂസ്ഡ് ഫോർ ട്രാവലിംഗ് ബൈ ഹ്യൂമൻസ്. അവിടെ ചക്രങ്ങൾ ഘടിപ്പിച്ച വണ്ടികളിൽ മനുഷ്യർ യാത്ര ചെയ്യുന്നു. അടുത്ത ചിത്രത്തിൽ യൂസ്ഡ് ടു ക്യാരി ഗുഡ്സ്. അതായത് ചക്രങ്ങൾ ഘടിപ്പിച്ച വണ്ടിയിൽ മനുഷ്യൻ യാത്ര ചെയ്യുന്നതോടൊപ്പം സാധനങ്ങളും കൊണ്ടുപോയിരുന്നു. Earlier, both human-drawn and animal-drawn wheeled carts were used for various purposes for transportation. ആദ്യകാലത്ത് മനുഷ്യൻ വലിച്ചുകൊണ്ട് പോകുന്നതും മൃഗങ്ങൾ വലിച്ചുകൊണ്ട് പോകുന്നതുമായ വണ്ടികളാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത്, അല്ലേ? Earlier, both human-drawn and animal-drawn wheeled carts were used for various purposes for transportation. ആദ്യകാലങ്ങളിൽ മനുഷ്യർ വലിച്ചു കൊണ്ടുപോകുന്നതും മൃഗങ്ങൾ വലിച്ചു കൊണ്ടുപോകുന്നതുമായ ചക്രവണ്ടികളാണ് വിവിധ ഗതാഗത ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ ഉപയോഗിച്ചത്. Such wheeled carts were used to transport goods and for moving humans from one place to another. പിന്നീട് നമ്മൾ എന്ത് ചെയ്തു? ചരക്കുകൾ കൊണ്ടുപോകുന്നതിനും മനുഷ്യർക്ക് ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് സഞ്ചരിക്കുന്നതിനും ഇത്തരം ചക്രവണ്ടികൾ ഉപയോഗപ്പെടുത്തിയിരുന്നു. ലേറ്റർ ഫ്യുവൽ പവേർഡ് മെഷീൻസ് വെർ ഇൻവെൻറ്റഡ്. പിന്നീട് നമ്മൾ എന്ത് ചെയ്തു? ഇന്ധനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന യന്ത്രങ്ങൾ കണ്ടുപിടിച്ചു, ഫ്യുവൽ. വിത്ത് ദ അഡ്വെൻറ്റ് ഓഫ് മെക്കനൈസ്ഡ് വെഹിക്കിൾസ് ദെയർ ഹാവ് ബീൻ ബിഗ് ചേഞ്ചസ് ഇൻ ദ ഫീൽഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ. അങ്ങനെ യന്ത്രങ്ങൾ ഘടിപ്പിച്ച വാഹനങ്ങളുടെ വരവോടെ ഗതാഗത രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടായി. Gradually, different modes of transport came into practice to move goods and people from one place to another. ചരക്കുകളുടെയും മനുഷ്യരെയും ഒക്കെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ വ്യത്യസ്തമായ ഗതാഗത മാർഗങ്ങൾ പ്രയോജനപ്പെടുത്താൻ തുടങ്ങി. ഇനി അടുത്ത് നമുക്ക് പ്രധാനപ്പെട്ട മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ഏതൊക്കെയാണ്, ഗതാഗത മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് പഠിക്കേണ്ടത്. പഠിപ്പിക്കുന്നതിനിടയ്ക്ക് ചില ഡിസ്റ്റർബൻസ് ഉണ്ടായി, ക്ഷമിക്കുക. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം, കേൾക്കാം. എല്ലാ കൂട്ടുകാർക്കും ക്ലാസ് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതായത് ആദ്യകാലത്ത് മനുഷ്യൻ വലിച്ചു കൊണ്ടുപോകുന്നതും മൃഗങ്ങൾ വലിച്ചു കൊണ്ടുപോയ ചക്രവണ്ടികളായിരുന്നു വിവിധ ഗതാഗതത്തിന് ഉപയോഗിച്ചിരുന്നത്. പിന്നീട് മനുഷ്യർക്ക് ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് സഞ്ചരിക്കുന്നതിന് ചക്രവണ്ടികൾ ഉപയോഗിച്ചു. അതിനുശേഷം ഇന്ധനം ഉപയോഗിച്ചുള്ള വണ്ടികൾ കണ്ടുപിടിച്ചു. അപ്പോൾ ഇത്രയാണ്. എല്ലാ കൂട്ടുകാർക്കും ക്ലാസ് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. അടുത്ത ക്ലാസ്സിൽ പ്രധാന ഗതാഗത മാർഗങ്ങൾ ഏതെല്ലാമാണെന്ന് ഉള്ള ഭാഗം തൊട്ട്, അതായത് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് തൊട്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്നായിട്ട് പാഠഭാഗം ശ്രദ്ധിച്ച് മനസ്സിലാക്കുക.